ഫ്രണ്ടിന്റെ മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് ഗിഫ്റ്റ് വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. നാളെ എക്സാം ഉള്ളതുകൊണ്ട് പോകുന്ന വഴിയിൽ അച്ചുവിനെയും മിഷക്കുട്ടിയെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് നേരെ പോയി പാലക്കാട്ടുകാരുടെ സ്വന്തം ദർശന കളക്ഷൻസിലേക്ക്. അവിടുന്ന് ഒരു ടോയും വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മഴയത്തൊരു ചായ എന്ന് പറയുന്നത് ഒരു പൊളി വൈബാണല്ലോ. കുറച്ച് ആംബിയൻസും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നേരെ പോയത് മലമ്പുഴ കവയിലുള്ള വൈൽഡ് കഫേയിലേക്കാണ്. പറയാതെ വയ്യ, മഴ പ്ലസ് ചായ പ്ലസ് അവിടുത്തെ ആംബിയൻസ് അത് വേറെ ലെവൽ തന്നെയാണ്. ഞാനൊരു വിനയൻ ചേട്ടനെ ഈ കഫേയിൽ വെച്ച് പരിചയപ്പെട്ടു. തൃശ്ശൂരാണ് സ്വദേശം. ഫാമിലിയായിട്ട് സൺഡേ ഔട്ടിങ്ങിനായി മലമ്പുഴ കവയ്ക്ക് വന്നതാണ്. ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ബിസിനസിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു കൺസൾട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഞാനും എന്റെ ലീഗൽ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അതായത് രജിസ്ട്രേഷൻസ് എടുത്തിട്ടുണ്ടോ, റിട്ടേൺസ് എല്ലാം കറക്റ്റ് ആയിട്ടാണോ ഫയൽ ചെയ്യുന്നത്, എല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ടേൺ ഓവർ ബിലോ ത്രഷോൾഡ് ലിമിറ്റ് ആയതുകൊണ്ട് രജിസ്ട്രേഷൻസ് ഒന്നും എടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒബ്വിയസ്ലി ത്രഷോൾഡ് ലിമിറ്റിന് താഴെ ആകുമ്പോൾ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മോറോവർ നമുക്ക് വളണ്ടറി എടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാവും. കൂടുതൽ ആരായപ്പോൾ അദ്ദേഹത്തിന് വേറൊരു ബിസിനസ്സും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി. നാട്ടിൽ അദ്ദേഹത്തിന് ഒരു കൃഷിയും കൂടി ഉണ്ട്. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എല്ലാം എക്സംപ്റ്റഡ് ഗുഡ്സ് ആണല്ലോ. സോ അതുകൊണ്ട് GST ഒന്നും അപ്ലിക്കബിൾ ആവില്ല എന്ന് കരുതി അദ്ദേഹം അതിനെ കണക്കാക്കിയത് പോലും ഇല്ല. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. GST രജിസ്ട്രേഷൻ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാക്സബിൾ സപ്ലൈയും നോൺ ടാക്സബിൾ സപ്ലൈയും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ടേൺ ഓവർ ത്രഷോൾഡ് ലിമിറ്റിന് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ കമ്പൽസറി ആയും എടുക്കണം. ക്ലാരിറ്റി ഇൻ ടാക്സ്, വെറൈറ്റി ഇൻ ലൈഫ്. ദാറ്റ്സ് വിഘ്നേഷ്. ബൈ.